നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നോക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനിൽ ഒരു ജ്വല്ലറി ഇല്ല. ഈ ജംഗ്ഷൻ നോക്കിയാൽ പാപ്പനംകോട് മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ ഈ ചുറ്റോട്ടം നോക്കുകയാണെങ്കിൽ ഒരു ജ്വല്ലറി പോലും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജ്വല്ലറിയൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു കടയാണ് കേട്ടോ. ജ്വല്ലറി മാത്രമല്ല, ഏത് രീതിയിലുള്ള ബിസിനസ്സും ചെയ്യാം. നമുക്കിവിടെ ഒരു 850 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വാടകയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ തന്നെ പാപ്പനംകോട് ജംഗ്ഷനിലായിട്ട് ഒരു ഗൗരി മെഡിക്കൽസ് കാണാം. അതിനോട് ചേർന്നിരിക്കുന്ന കടമുറിയാണ് നമുക്ക് നിലവിൽ റെന്റിനായിട്ടുള്ളത്. ഇവിടെ തന്നെ ഷോപ്പ് ഫോർ റെന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കടമുറിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ വന്നിട്ട് നമുക്കിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റെഡിമെയ്ഡ് ഷോപ്പായിരുന്നു. നമുക്ക് ആ സീലിങ്ങിലെല്ലാം ഈ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് ആവശ്യത്തിനോ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിനോ റെസ്റ്റോറൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ജ്വല്ലറി ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഒരു ഷോപ്പ് ഇവിടെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജ്വല്ലറിയുടെ കാര്യം പറയാൻ കാരണം ഞാൻ ഈ ചുറ്റോട്ടം നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു പാപ്പനംകോട് ജംഗ്ഷനിലെന്ന് പറയാനായിട്ട് നമുക്കൊരു ജ്വല്ലറി ഇല്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ജ്വല്ലറി ഓണേഴ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് ഈ ഒരു ഭാഗത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും തുടങ്ങാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. പ്രൈം ജംഗ്ഷനാണ്. പാപ്പനംകോട് പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ടോട്ടലായിട്ട് 850 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കടയുടെ തന്നെ ഏരിയയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം പുറത്തായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേസ്റ്റ് വാട്ടർ പോകാനുള്ള സംവിധാനമെല്ലാം ഇതിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ, ഈ പ്രോപ്പർട്ടി റെൻറ്റിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഒരു മാസത്തേക്ക് 1 ലക്ഷം രൂപയാണ് റെൻ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ചാൽ മതി. നല്ല പ്രൈമായിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള അഡ്വാൻസ് ആയിരിക്കും വാങ്ങുക. അപ്പോൾ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ബിസിനസ് ക്ലച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല കിടില ഒരു ജംഗ്ഷനാണ്. കാരണം നമുക്ക് സിറ്റിയിൽ കയറുന്നതിന് മുമ്പായിട്ട് വരുന്ന നല്ല വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു.